പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരോട് കയർത്ത് KU ജനീഷ് കുമാർ MLA. പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ MLAയുടെ ഭീഷണി. കാട്ടാന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത ആളെ MLA ഫലമായി മോചിപ്പിച്ചു. MLA സ്ഥലം ഡിവൈഎസ്പിയുടെ മുന്നിൽ വെച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നതിന്റെയും ഉദ്യോഗസ്ഥരോട് തട്ടിക്കയറുന്നതിന്റെയും ദൃശ്യങ്ങൾ കേരള വിഷൻ ന്യൂസിന്. മനുഷ്യരെ ക്ഷമിക്കുന്നതിനും സഹിക്കുന്നതിനും പരിധികളുണ്ട്, മനസ്സിലായല്ലോ? പരിധികളുണ്ട്. അവിടെ മനുഷ്യൻ ചാകാൻ തുടങ്ങുക. ആരെ താന്തേരാഴി കാണിക്കാൻ തുടങ്ങിയേക്കുന്നു പോലീസാണെന്ന് പറഞ്ഞ് കത്തിക്കും. രണ്ടാമത് ഇവിടെ നക്സലുകൾ വരും, മനസ്സിലായോ? നിങ്ങൾ എന്താ കരുതിയിരിക്കുന്നത്? എടാ, അവിടെ ജനങ്ങൾ പ്രതിഷേധിച്ച് നിൽക്കുക. ആന വന്നിറങ്ങുന്നത്, എന്നിട്ട് പാവങ്ങളെല്ലാം പിടിച്ചോണ്ടെങ്കിൽ പോരുക. എന്നിട്ട് നിങ്ങൾ ഗതാഗതം പ്രതിയാക്കുക. എന്ത് ചെയ്യാനെന്തിയെ? നിങ്ങൾ കസ്റ്റഡി താഴെ വാ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് കയർത്ത് KU ജനീഷ് കുമാർ MLA. കോന്നിയിൽ കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ കേസിൽ വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തയാളെ KU ജനീഷ് കുമാർ MLA ഫലമായി മോചിപ്പിച്ചു. പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത ആളെയാണ് മോചിപ്പിച്ചത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി D ബിനോയ് ചേരുന്നു. ബിനോയ്, പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരോടാണ് MLAയുടെ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. കാട്ടാന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത ആളെ MLA ഫലമായി മോചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലുള്ള ഭീഷണിയാണ് MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഓഫീസ് കത്തിക്കും എന്നതടക്കം പറയുന്നു. കാട്ടാന കൃഷിഭൂമിക്ക് സമീപത്തെ വൈദ്യുതി വേലിയിൽ തട്ടി മരണമടഞ്ഞ നിലയിൽ കണ്ടത്. ഇതേ തുടർന്ന് വലിയ തരത്തിലുള്ള അന്വേഷണം വനം വകുപ്പ് വിജിലൻസ് ഉൾപ്പെടെ നടത്തി വരികയായിരുന്നു. കാരണം സാധാരണഗതിയിൽ സോളാർ വേലികളാണ് സ്ഥാപിക്കാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സോളാർ വേലിയിലേക്ക് നേരിട്ട് വൈദ്യുതി കടത്തിവിട്ടു എന്നാണ് വനം വകുപ്പിൻ്റെ കണ്ടെത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭൂമിയുമായി ബന്ധപ്പെട്ട ആളുകൾ, അതായത് ഒരു സ്വകാര്യ ഉടമയുടെ കയ്യിൽ നിന്നും പാട്ടത്തിന് ഭൂമിയെടുത്ത് കൈതകൃഷി നടത്തുന്ന ഒരു തോട്ടത്തിൽ വെച്ചാണ് ഈ കാട്ടാനയുടെ ജഡം കണ്ടെത്തുന്നത്. ഇതേ തുടർന്ന് അവിടെ ജോലി ചെയ്യുന്ന ആളുകളെ ഉൾപ്പെടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വരികയായിരുന്നു. 8 പേരെ കസ്റ്റഡിയിലെടുത്തു. ഇതിനിടയിലാണ് അവിടുത്തെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അവിടെ ജോലി ചെയ്യുന്ന ആളിനെ കസ്റ്റഡിയിലെടുത്ത്. ഇതറിഞ്ഞ് KU ജനീഷ് കുമാർ MLA കോന്നി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പാടം പോലീസ് സ്റ്റേഷനിലെ വനം വകുപ്പ് ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. അവിടെ എത്തിയതിന് ശേഷം ആണ് ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും അദ്ദേഹം പറഞ്ഞത് നിരപരാധികളായ ആളുകളെയാണ് ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും അവരെ പിന്നീട് കേസിലെ പ്രതിയാക്കുകയും ചെയ്യുന്നത്. കൃത്യമായ ഒരു അന്വേഷണം വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഇത്തരത്തിൽ നിരവധിയായ വിഷയങ്ങൾ കോന്നി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. വന്യജീവി പലപ്പോഴായി കാട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന് ആളുകളുടെ ജീവനും സ്വത്തിനും തന്നെ വലിയ തരത്തിൽ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ നിരപരാധികളായ ആളുകളുടെ മേൽ ഇങ്ങനെ കുറ്റം ചുമത്തിക്കൊണ്ട് അവരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യുന്നതിനെതിരെയായിരുന്നു ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചത്. അദ്ദേഹം എത്തിയപ്പോഴേക്കും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, അതായത് പാടം വനം വകുപ്പ് ഓഫീസിൽ റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ആളും അവിടെ ഉണ്ടായിരുന്നു. അയാളെ അവിടെ നിന്ന് കസ്റ്റഡിയിൽ നിന്ന് വിട്ടുതരണം എന്നുള്ള ആവശ്യം KU ജനീഷ് കുമാർ MLA ഉന്നയിക്കുന്നു. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരും KU ജനീഷ് കുമാർ MLAയും തമ്മിൽ വലിയ തരത്തിൽ വാക്കേറ്റം ഉണ്ടാകുന്നു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും പ്രകോപനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. അതേസമയം നിരപരാധികളായ ആളുകളെ ഇത്തരത്തിൽ കസ്റ്റഡിയിലെടുക്കുന്നതിനിടെ കടുത്ത വിയോജിപ്പ് അറിയിപ്പിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ശബ്ദമുയർത്തിയതും ഒപ്പം തന്നെ ഭീഷണി മുഴക്കിയതും. ഇത് കേട്ട് നിന്നുകൊണ്ട് കോന്നി ഡിവൈഎസ്പി സ്ഥലത്തുണ്ടായിരുന്നു. അദ്ദേഹം രംഗം ശാന്തമാക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും അതിൽ നിന്നും വഴങ്ങിയില്ല. അദ്ദേഹം പ്രധാനമായും ഉന്നയിച്ചത് ഈ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി തവണ കോന്നിയിൽ ആവർത്തിച്ചു വരികയാണ്. കാരണം പലപ്പോഴായി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുമ്പോഴും അത് കൃഷി നശിക്കുമ്പോഴും ഒക്കെ തന്നെ അവയെ വിരട്ടി ഓടിച്ചാൽ തന്നെയും ആളുകളുടെ പേരിൽ ഇത്തരത്തിൽ കള്ളക്കേസുകൾ എടുക്കുന്നു. പിന്നീട് അവരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ജയിലിലടയ്ക്കുന്ന ഒരു നടപടിക്രമം ഇവിടെ പാടം ഉൾപ്പെടെയുള്ള കോന്നിയിലെ വിവിധ റേഞ്ച് ഓഫീസുകളിൽ നിന്ന് ഉണ്ടാകുന്നു. ഇത് ഇനി അംഗീകരിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആളുകളെ, നിരപരാധികളെ കസ്റ്റഡിയിലെടുക്കുന്നതിനെ കടുത്ത നിലപാടുമായി മുന്നോട്ട് പോകും. അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ വനം വകുപ്പ് ഇതൊന്നും അംഗീകരിക്കാതെ മുന്നോട്ട് നിരപരാധികളായ ആളുകളെ കസ്റ്റഡിയിലെടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ വേണ്ടി വന്നാൽ വനം വകുപ്പ് ഓഫീസ് വരെ കത്തിക്കുമെന്ന തരത്തിൽ വരെ അദ്ദേഹം ഭീഷണി മുഴക്കിയിരുന്നു. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭരണപക്ഷത്തു നിന്നുള്ള ഒരു MLA ആണ് KU ജനീഷ് കുമാർ. അത്തരത്തിൽ ഒരു MLAയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയുള്ള ഒരു പ്രകോപനം ഒരിക്കൽ പോലും ഉണ്ടാകാൻ പാടില്ല
എന്ന് തന്നെ സമീപവാസികളും ഒപ്പം തന്നെ ഈ വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ സംഘടനകളുമൊക്കെ പറയുന്നുണ്ട്. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ സംഘടനകളെയും നേരത്തെയും KU ജനീഷ് കുമാർ MLA ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് പ്രത്യേകിച്ചും കോന്നി ആനക്കൂടുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു കുട്ടി മരണമടഞ്ഞ സംഭവത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അവരുടെ ഭാഗത്തുനിന്ന് വീഴ്ച വരുത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് പരസ്യമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നിലപാട് സ്വീകരിച്ചിരുന്നു KU ജനീഷ് കുമാർ MLA. അത്തരത്തിൽ ആ സംഭവ വികാസങ്ങളൊക്കെ നിലനിൽക്കുന്നതിന് തൊട്ട് പിന്നാലെയാണ് 2 ദിവസം മുമ്പ് കുളത്തൂമണ്ണ് എന്ന് പറയുന്ന സ്ഥലത്ത് കൈതത്തോട്ടത്തിന് സമീപത്തായി സോളാർ വേലികളിൽ തട്ടി ഒരു കാട്ടാന ചരിഞ്ഞത്. ഈ കാട്ടാന ചരിഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ആ കൃഷിഭൂമിയുമായി ബന്ധപ്പെട്ട ആളുകൾ, സമീപവാസികളായ ആളുകൾ ഉൾപ്പെടെയുള്ളവരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും പിന്നീട് അവരെ ചോദ്യം ചെയ്തതിനു ശേഷം വിട്ടയക്കാതെ ചിലപ്പോൾ മണിക്കൂറോളം തന്നെ അവരെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ സൂക്ഷിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് KU ജനീഷ് കുമാർ MLA പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് എത്തിയത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ആരെങ്കിലും അറസ്റ്റ് ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെയായും ഒരു വ്യക്തത വന്നിട്ടില്ല. എന്നാൽ യഥാർത്ഥ പ്രതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ KU ജനീഷ് കുമാർ MLA പറയുന്നത്. അത്തരത്തിൽ ഒരു വലിയ തരത്തിലുള്ള ഒരു നീക്കം, അതായത് യഥാർത്ഥ പ്രതിയെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കം നടത്തുന്നതിന് പകരം നിരപരാധികളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഇത് അംഗീകരിക്കാനാകില്ല എന്ന നിലപാടിൽ തന്നെയാണ് KU ജനീഷ് കുമാർ MLAയും. അദ്ദേഹം കുറച്ച് നേരത്തെ ടെലിഫോണിൽ സംസാരിച്ചിരുന്നു. അദ്ദേഹം പ്രധാനമായും പറഞ്ഞ കാര്യം വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും പലതരത്തിലുള്ള വീഴ്ചകൾ പല സ്ഥലങ്ങളിൽ പല മേഖലകളിലായി അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ നടക്കുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വിനോദസഞ്ചാര മേഖലകളുമായി ബന്ധപ്പെട്ട് അനധികൃതമായ പിരിച്ചുവിടിയിൽ നടക്കുന്നുണ്ട്. ഒപ്പം ഈ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വേലി സ്ഥാപിക്കുന്നതുമായി ചൊല്ലിയുള്ള ചില തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനെല്ലാം ഉപരിയായിട്ടാണ് അവസാനം ഇത്തരത്തിലൊരു കാട്ടാന ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട സോളാർ വേലിയിൽ നേരിട്ട് വൈദ്യുതി കടത്തിവിട്ടു എന്ന് ആരോപിച്ചുകൊണ്ട് ചില ആളുകളെ മനഃപൂർവ്വം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു, അതിനുപരി അവരെ കേസിലെ പ്രതിയാക്കാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് KU ജനീഷ് കുമാർ പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി ഇത്തരത്തിൽ പ്രകോപനപരമായ രംഗങ്ങൾ സൃഷ്ടിച്ചത്. എന്തായാലും ഇത് വലിയ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ചർച്ചയായി മാറും എന്നുള്ളത് ഉറപ്പാണ്. നേരത്തെയും KU ജനീഷ് കുമാർ MLAക്കെതിരെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന ചില പരാതികൾ CPIM-ന്റെ ജില്ലാ ഘടകത്തിന് നൽകിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളൊക്കെ നടന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ. എന്തായാലും ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കോന്നി DYSP ഉൾപ്പെടെയുള്ളവർ ആ പാടം ഫോറസ്റ്റ് സ്റ്റേഷൻ നിൽക്കുന്ന സമയത്താണ് വലിയ തരത്തിൽ പ്രകോപനപരമായി കസ്റ്റഡിയിലെടുത്ത ആളിനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി KU ജനീഷ് കുമാർ MLA ഇടപെട്ടിരിക്കുന്നത്. ഈ ഇടപെടൽ ഇനി അടുത്ത ദിവസങ്ങളിൽ, അടുത്ത മണിക്കൂറുകളിൽ ഏത് തരത്തിലുള്ള ചർച്ചയാകുമെന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. എന്തായാലും ശരി തന്നെ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ സോളാർ വേലിയിൽ തട്ടി കാട്ടാന ചെരിഞ്ഞ സംഭവത്തിൽ വനം വിജിലൻസിൻ്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിച്ചു വരികയാണ്. യഥാർത്ഥ പ്രതിയിലേക്ക് ഇതുവരെയായും എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ബിജു രാജൻ എന്ന പേരിലാണ് ആ വസ്തു പാട്ടത്തിലെടുത്തിരിക്കുന്ന ആളിനെ അറിയപ്പെടുന്നത്. ആ ആളെ ഇതുവരെയായും കസ്റ്റഡി എടുക്കാനോ ചോദ്യം ചെയ്യാനോ കഴിഞ്ഞിട്ടില്ല. പകരം ആ തോട്ടവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, ആ തോട്ടത്തിന് സമീപത്ത് താമസിക്കുന്ന ആളുകൾ, ഇവരെയൊക്കെ കസ്റ്റഡിയെടുത്തുകൊണ്ട് ചോദ്യം ചെയ്യുന്ന നീക്കത്തിനെതിരെയാണ് KU ജനീഷ് കുമാർ MLA ഇത്തരത്തിൽ പ്രകോപനപരമായി പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ സംസാരിച്ചത്. ശരി, വ്യക്തമാണ്. ബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മൂന്നാറിലും പരിസര പ്രദേശങ്ങളിലും പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ ആരോഗ്യ വിഭാഗങ്ങൾ. മൂന്നാറിലേക്ക് സഞ്ചാരികൾ കൂടുതലായി